പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ തുടങ്ങുന്ന വേദഭാഗ്യത്തിൽ നാം കാണുന്നു, ചുഴലിക്കാറ്റ് അവരുടെ യാത്രയെ തടയുവാൻ നോക്കുന്നു. ചുഴലിക്കാറ്റ് കടലിൽ ആഞ്ഞടിക്കുമ്പോൾ കടല് ഇളകി തിരമാല പടകിൽ തള്ളിക്കയറി. ഈ അവസ്ഥയിൽ നോക്കുമ്പോൾ അടുത്ത വാക്യങ്ങളിലേക്ക് നാം വായിച്ചു വരുമ്പോൾ കാണുന്നു, ഗദരദേശത്ത് കല്ലറകളിൽ പാർത്തിരുന്നവൻ വിടുവിക്കപ്പെടുകയാണ്. ഒന്ന് മനസ്സിലാക്കുക, അടുത്ത ഘട്ടത്തിൽ, അടുത്ത സെക്കൻഡിൽ, അടുത്ത മണിക്കൂറിൽ, അടുത്ത ദിവസങ്ങൾ നിന്റെ മേലൂടെ വെളിപ്പെടേണ്ട അസാധാരണമായ വിടുതലുകളെ, ശുശ്രൂഷകളെ, ദൈവിക പദ്ധതികളെ തടയിടാൻ നിന്റെ വഴികളെ അടയ്ക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് ഈ പകൽ നിന്റെ കാൽച്ചുവട്ടിലാകില്ല. ഗദരദേശത്തിൻ്റെ ശക്തി വഴി മുടക്കുവാൻ മുന്നമേ വെളിപ്പെടുമ്പോൾ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ നിങ്ങൾ നിൽക്കേണ്ട ഇടങ്ങൾ, അത് ഏതുമാകട്ടെ, അത് ഏത് ദൈവിക പദ്ധതികളാകട്ടെ, അതിനെ അടയ്ക്കുവാൻ, അതിന് മുന്നമേ നിന്നെ ഇളക്കുവാൻ വെളിപ്പെടുന്ന ഏത് ചുഴലിക്കാറ്റുകളെയും ഇന്ന് പകൽ കർത്താവ് അതിനെ ശാസിക്കുകയാണ്. അത് അടങ്ങി വീണ്ടും നീ മുന്നോട്ട് പോകും, അതിനെ നീ ശാസിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, വിശ്വസ്ത കർത്താവേ, ഇവരുടെ വാഗ്ദത്തങ്ങൾക്കെതിരെ മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ അക്കരെ ഒരു വിടുതലുണ്ടെന്ന് കണ്ട് ഈ ജനത്തിൻ്റെ വഴികളെ അടയ്ക്കുവാൻ ശ്രമിക്കുന്നത്, അടച്ചത് ഇപ്പോൾ സമഭൂമിയായി ശാന്തമായി മാറി. ഈ ജനം അപ്പുറത്ത് സുഖമമായി എത്തട്ടെ, അവരുടെ വാഗ്ദത്തങ്ങളിലെത്തട്ടെ, അവരുടെ പ്രവചനങ്ങളിലെത്തട്ടെ, അവരുടെ ദൂതുകളിലെത്തട്ടെ, അവരുടെ മിനിസ്ട്രികളിലെത്തട്ടെ, അവരുടെ നന്മകളിലെത്തട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് കൽപ്പിക്കുന്നു, ഞാനതിനെ റിലീസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.